ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നോമ്പ് നോക്കിയിട്ട് വയറെല്ലാം ചൂടായ സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് എന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ജ്യൂസ് ഉണ്ട്. വീഡിയോയിൽ കിടക്കാം. 3 പേരൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡ് രണ്ടും കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ കുരു എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണിത്. അപ്പോൾ കട്ട് ചെയ്ത പേരൊക്കെ നമുക്ക് മിക്സിയിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്താൽ. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് നല്ല തണുത്ത പാലാണ് ഒഴിച്ചിട്ടുള്ളത്. അതും കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ ഇതിന് ഒരുപാട് പണിയൊന്നുമില്ല, പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ്. നല്ല ഷേക്കൊക്കെ പോലെ ആ ഒരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഇത് കഴിക്കുന്ന സമയത്ത് വേറൊരു രുചി, വേറൊരു സ്മെല്ല് വരുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ജ്യൂസാക്കി കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ കഴിയുക. നിങ്ങളിന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കേ. ഇനി ഇത് അരിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ, കാരണം ഇതിൽ നല്ല കുരു ഉണ്ടാവും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ഈസിയാണ്. നല്ലൊരു റിച്ച് ആയിട്ടുള്ള പോലത്തെ ഒരു ജ്യൂസും കൂടിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടാകുമ്പോൾ ഈ ഒരു ലൂസിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ലൂസാക്കാൻ പാടില്ല, കുറച്ച് കട്ടിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ജ്യൂസ് വേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടുന്നത്. അപ്പോൾ ഇതാ നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി പേരക്ക ജ്യൂസിലോട്ട് കുറച്ച് കസേഴ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് റുമാനും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കാണാനും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പേരപ്പഴം കിട്ടിയാൽ ഈ ഒരു ടൈപ്പുള്ള ജ്യൂസ് ഉണ്ടാക്കി നോക്ക്. നല്ല കട്ടിയിൽ നല്ല ഐസ്ക്രീമെല്ലാം ഇട്ട പോലത്തെ ഒരു ജ്യൂസാണ്. ഇനി അടുത്ത് നമ്മൾ നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഷമാം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ നമ്മൾ ഷമാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ചെറിയ പീസ് മതി കേട്ടോ. നമുക്ക് ഇത് നല്ലൊരു വയറൊക്കെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ചെറിയ പീസ് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് മാങ്ങയാണ് കേട്ടോ. നല്ല പഴുത്ത ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പഴവും വേണം. ഈ 3 ഫ്രൂട്ട് കൊണ്ടാണ് നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഷമാമ് ചെറിയ പീസാണ് എടുത്തത്. കൂടുതൽ എടുക്കേണ്ട, ഒരു കയ്പ്പ് രുചി വരും. അപ്പോൾ ഷമാമിൻ്റെ ആ ഒരു കയ്പ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വയറ് ഭാഗത്തുനിന്ന് ഒന്ന് കൂടുതൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര കയ്പ്പ് ഉണ്ടാവില്ല കേട്ടോ, ആ കുരു ഭാഗത്തുനിന്ന്. പിന്നെ ഇതാ മാങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പഴവും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു അളവിൽ എടുത്താൽ തന്നെ നമുക്ക് 4 ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാൽ ഒഴിക്കാം. അപ്പോൾ പാൽ ഞാനിവിടെ 3 കപ്പോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഒരു ജ്യൂസാണ്. നമ്മൾ ഇതിൽ ഓവറായിട്ട് വെള്ളം ഒഴിച്ച് ലൂസാക്കി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് മാറും. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി കുടിക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായി അടിച്ചതിന് ശേഷം ഞാനിതിപ്പോൾ ഒരു ഗ്ലാസ് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ ഷുഗർ ഇടാതെ ഒന്ന് മാറ്റി വെച്ചതാണ്. ഇനി ബാക്കിയുള്ള ഇതിലേക്ക് ഷുഗറും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ്. ട്രൈ ചെയ്ത് നോക്ക്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇതില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഒരു മാംഗോ ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ മാംഗോ ജ്യൂസ്. പക്ഷേ ഇതിൽ നമുക്ക് ആ ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കളർ മാത്രമല്ല ടേസ്റ്റും കൂടും. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്യാം. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയും ഉണ്ടാവും, നല്ല കളറും ഉള്ള ജ്യൂസാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇത് നല്ലോണം വെന്തോ അടയണമെന്നില്ല, ചെറിയൊരു ഉറപ്പൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഒരുപാട് വെന്തോ അടയണമെന്നില്ല, ചെറിയൊരു ഉറപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരു 2-3 മിനിറ്റ് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ ക്യാരറ്റ് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചിട്ടുമില്ല. നമ്മൾ ഇതിലേക്ക് ഇനി നമ്മുടെ മാങ്ങയാണ് ഇടുന്നത്. അപ്പോൾ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കിയെടുക്കാം. നല്ലോണം കളറുള്ള മാങ്ങയല്ല, ഉള്ളിലൊക്കെ അത്ര വലിയ കളറില്ല കേട്ടോ.
മാങ്ങയുടെ കളറില്ലെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു കളറുള്ള ഒരു ജ്യൂസായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതാ മാങ്ങയെല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു ക്യാരറ്റിൻ്റെ കൂടെ തന്നെ ഈ ഒരു മാങ്ങ പീസ് ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടെ അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിത് ഇതിലോട്ട് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഏലക്ക ഇത് തൊലി കളഞ്ഞ് അതിൻ്റെ സീഡ് മാത്രമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ടാണ് നമ്മളിത് നന്നായിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കട്ടിയിലുണ്ട്. നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓവർ വെള്ളം ഒഴിക്കണ്ട, അതിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പോൾ ഇതാ ജ്യൂസ് നമ്മൾ നല്ല ടേസ്റ്റുള്ള ജ്യൂസ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുന്നതും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. Bye.